ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, അങ്ങനെ വെൽക്കം ടു ആൽബിൻസ് ഒപ്പീനിയൻ. ആൻഡ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തണ്ടർ ബോൾസ് എന്ന സിനിമയെ പറ്റിയാണ്. ആക്ച്വലി ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല സാറ്റിസ്ഫാക്ഷൻ തന്ന ഒരു സിനിമയാണ്. ബിക്കോസ് മാർവലിൻ്റെ ഒരു ഡെഡ് പൂളിന് ശേഷം എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത്. എങ്ങനെയല്ല ഈ റീസെൻറ്റ് ടൈമിൽ ഡെഡ് പൂളിന് ശേഷം ദിസ് ഇസ് മൈ ബെസ്റ്റ് മാർവൽ മൂവി. പക്ഷേ ക്രിറ്റിക്സിനനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇത് എൻ ഗെയിമിന് ശേഷം തന്നെ ബെസ്റ്റ് മൂവി എന്നാണ് പറയുന്നത്. ബിക്കോസ് റോട്ടൻ ടൊമാറ്റോസിൽ നല്ല റേറ്റിംഗ് ഉണ്ട്, 95% ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. സോ അങ്ങനത്തെ ഒരു പടം. ആൻഡ് അത് എനിക്ക് ആദ്യം പറഞ്ഞ സത്യം പറഞ്ഞാൽ എനിക്കൊരു പ്രതീക്ഷയില്ലാത്തൊരു സിനിമയാണിത്. ബിക്കോസ് ഞാൻ സീരീസ് കണ്ടുകൊണ്ട് എനിക്ക് അത്യാവശ്യം എല്ലാ ക്യാരക്ടേഴ്സിനും നമുക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാവരും നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ ഇതൊരു വില്ലന്മാരുടെ കഥയാണ്. ദിസ് ഇസ് നോട്ട് അറ്റ് ഓൾ എ ഹീറോ. പക്ഷേ അതാണ് നല്ലൊരു ഫൺ എലമെൻ്റ് ആണ് ഈ സിനിമയ്ക്ക്. അത് വില്ലന്മാർ ഹീറോസ് വന്ന് ബക്കി പോയി ഇതുപോലെ വില്ലന്മാരെ റിക്രൂട്ട് ചെയ്യുന്നു ന്യൂ അവഞ്ചേഴ്സ് ആയിട്ട്. ആൻഡ് ദാറ്റ് കോൺസെപ്റ്റ് വാസ് ഗുഡ് ആക്ച്വലി. അത് നല്ല രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ എടുത്ത് പറയാനുള്ള കാസ്റ്റ് പെർഫോമൻസ് ഒരുപാട് പേരുണ്ട്. പറയാൻ പോകുന്ന ഇന്നെങ്കിൽ വീഡിയോ നിൽക്കത്തില്ല, കുറേ പേരുണ്ട്. നല്ല രീതിയിലുള്ളൊരു തീമും ഒരു സോളുണ്ട് ഈ സിനിമയ്ക്ക്. നല്ലൊരു സോളും നല്ലൊരു ഹാർട്ടും ഉണ്ട് ഈ സിനിമയ്ക്ക്. പിന്നെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ നിങ്ങൾ ആരും എണീറ്റ് പോകരുത്. പ്ലീസ് ടു വാച്ച് ദ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ. ബിക്കോസ് ഇനി വരാൻ പോകുന്ന മാർവലിൻ്റെ സിനിമകളുടെ ഒരു ലീഡാണ് ആ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ. സോ പ്ലീസ് ടു, ഞാൻ പറയുന്നില്ല, സ്പോയിലർ ഇപ്പോൾ ഞാൻ പറഞ്ഞു. സോ ഐ എം നോട്ട് ഗോയിങ് ടു ടെൽ എനിത്തിങ്. പ്ലീസ് ഡു വാച്ച് അൺടിൽ അത് സത്യം പറഞ്ഞാൽ ഒരു മാർവൽ ഫാനാണെങ്കിൽ നിങ്ങൾ അവിടെ ഇരിക്കും. ഡൈ ഹാർഡ് മാർവൽ ഫാനാണെങ്കിൽ നിങ്ങൾ അവിടെ ഇരിക്കും, എന്നിട്ടേ പോകത്തുള്ളൂ. അതങ്ങനെയാണ്. സോ അതാണ് തണ്ടർ ബോൾസ്. ആൻഡ് നല്ല രസമുള്ള സിനിമ, ഒരു ഫൺ പരിപാടിയാണ്. ബോറൊന്നും അടിക്കത്തില്ല. ഇറ്റ്സ് വെരി നല്ല നല്ല രസമായിട്ട് തന്നെ അവർ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട ഫ്ലോറൻസ് പ്യൂ ഇതിനകത്ത് മറ്റേ ഒരു വേൾഡ് സെക്കൻഡ് ലാർജസ്റ്റ് ബിൽഡിങ്ങിൽ ചാടുന്ന സീനാണ്. നല്ല രസമായി ചെയ്തിട്ടുണ്ട് കേട്ടോ. പുള്ളിക്കാരെ ഡ്യൂപ്പൊന്നും ഇല്ലാണ്ടാണ് ചെയ്തതെന്നാണ് പറയുന്നത്. ആൻഡ് അങ്ങനെയാണെങ്കിൽ ദ സീൻ വാസ് വെരി ഗുഡ്. നല്ല രസമായി ചെയ്ത് വെച്ചിട്ടുണ്ട്. ആക്ഷൻ സീക്വൻസ് ആണെങ്കിൽ കിട്ടില്ല ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്പെഷ്യലി ബാക്കിയുടെ ഒരു ഹൈവേയിലെ ഒരു സാധനമൊക്കെ ഉണ്ട്, കിട്ടലായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ പേരുണ്ട്. പിന്നെ ഇത് സീരീസ് കാണുന്നവരാണ്. ഇതിപ്പോൾ വിൻ്റർ സോൾജർ കണ്ടിട്ടുണ്ടെങ്കിൽ, പിന്നെ ഹോക്കൈ, ഇതൊക്കെ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ ഈ സിനിമ നല്ല രീതിയിൽ കണക്റ്റ് ആവും. അല്ലാത്ത പക്ഷെ നിങ്ങൾ കണ്ട രസം തോന്നും, പക്ഷേ ഇതാരാണ്, ഈ ക്യാരക്ടേഴ്സ് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കുറച്ച് പ്രശ്നമുണ്ടാവും. സോ ഇഫ് യു ആർ പ്ലാനിങ് ടു വാച്ച് ദിസ്, പ്ലീസ് ടു വാച്ച് വിൻ്റർ സോൾജർ ആൻഡ് ഹോക്കൈ. അങ്ങനത്തെ കുറച്ച് സീരീസ് ഉണ്ട്, അത് കാണുക. ആൻഡ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ സിനിമ കാണാൻ പാടുള്ളൂ. ബിക്കോസ് കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത്, കുറേ പേരുണ്ട്. സോ അപ്പോൾ അതാണ് എനിക്ക് തണ്ടർ ബോൾസിനെ പറ്റി. ഇതൊരു നല്ലൊരു സിനിമയാണ്. ഇനി വരാൻ പോകുന്നത് ഫാന്റാസ്റ്റിക് ഫോർ. ഐ എം വെയിറ്റിംഗ് ഫോർ ദ മൂവി. എനിക്ക് ഫസ്റ്റ് ട്രെയിലർ അത്ര ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ സെക്കൻഡ് ട്രെയിലർ കണ്ടപ്പോൾ നല്ല രസം തോന്നി. ഗലാക്ടിസിനെ അവർ കൊണ്ടുവരികയാണ് ഫൈനലി. നല്ലൊരു ലൈക്ക് ഫിസിക്കൽ ഫോമിൽ പുള്ളിയെ കൊണ്ടുവരികയാണ്. മറ്റേ പഴയ ഫാന്റാസ്റ്റിക് ഫോറിലൊക്കെ പുള്ളിനെ മറ്റെന്തോ ഒരു പുകയുടെ രീതിയിലൊക്കെ വേൾഡിനെ സക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെയാണ് കാണിച്ചത്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബട്ട് ഇപ്രാവശ്യം നമുക്കൊരു പ്രാക്ടിക്കൽ ഫോമിനെ നമുക്ക് കാണാൻ പറ്റുകയാണ് ഗാലക്ടസ്. അപ്പോൾ അതൊക്കെ ഐ എം വെയിറ്റിംഗ് ഫോർ ദ മൂവി. പക്ഷെ നമുക്കതൊന്നുമല്ല, നമ്മൾ നെക്സ്റ്റ് ഇയർ മെയ്യിൽ നമ്മൾ തിയേറ്ററിൽ പോകും ഉറപ്പാണ്. ആൻഡ് ഐ ഹോപ്പ് ഇറ്റ് വുഡ് ബി എ സോളിഡ് കംബാക്ക് ഫോർ മാർവൽ. കാരണം അവഞ്ചേഴ്സ് ഡൂംസ്ഡേ ആൻഡ് സീക്രട്ട് വാർസ് ബോത്ത് ആർ മൈ തിങ്സ്. സീക്രട്ട് വാർസ് എനിക്ക് ഇഷ്ടമുള്ളൊരു കോമിക്സാണ്. ഐ എം ടെല്ലിങ്, നല്ല രസമുള്ളൊരു കോമിക്കാണ്. വായിച്ചിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ട്രൈ ടു റീഡ് ഇറ്റ്. ബിക്കോസ് നല്ല രസമുള്ള സാധനമാണ്. അതിനെ സത്യം പറഞ്ഞാൽ I don't know why they haven't announced Spider-Man in Doomsday or Secret Wars. Secret Wars അല്ലെങ്കിൽ സ്പൈഡർമാൻ വന്നേ പറ്റും. ബിക്കോസ് അതിനകത്തൊരു മെയിൻ നെടുന്തൂടെന്ന് പറയുന്നത് സ്പൈഡർമാൻ ആണ്. സോ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പോകുന്നില്ല ഇപ്പോൾ തൽക്കാലം. സോ തണ്ടർ ബോൾസിനെ പറ്റി എനിക്ക് തോന്നിയത് ഇറ്റ്സ് എ വെരി ഗുഡ് മൂവി. തിയേറ്ററിൽ തന്നെ കാണാൻ പറ്റുവാണെങ്കിൽ ഐമാക്സിൽ തന്നെ കാണാം ഈ സിനിമ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് തണ്ടർ ബോൾസ്. ആൻഡ് പ്ലീസ് യു സബ്സ്ക്രൈബ് ദ ചാനൽ. നമ്മൾ 100ലേക്ക് അടുക്കുകയാണ്. സോ അണ്ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ബൈ ഗൈസ്.